ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വിന്നേഴ്സ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ടോയിൻബിയെ പറ്റിയാണ്. ടോയിൻബി അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ നാഗരികതകളെക്കുറിച്ചുള്ള പഠനം, ഇതിനെപ്പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്തത്. അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഹിസ്റ്റോറിയോഗ്രഫിൻ്റെ ഈ ഒരു മൊത്തത്തിലുള്ള പ്ലേലിസ്റ്റ്, അതായത് മൊത്തത്തിൽ ആ ഒരു സബ്ജക്റ്റിൻ്റെ എല്ലാ ടോപ്പിക്കുകളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പ്ലേലിസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് നമ്മളെ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് എല്ലാവരും കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് കൾച്ചറൽ ഹിസ്റ്ററി, അതായത് സാംസ്കാരിക ചരിത്രം. അതായത് സാംസ്കാരിക ചരിത്രത്തിൻ്റെ ഉപജ്ഞാതാവാണ് ജേക്കബ് ബർക്ക്ഹാർട്ട്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിനെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. വളരെ ചെറിയൊരു ടോപ്പിക്കാണ്, ഒരു 2-3 മിനിറ്റ് ലെങ്ത് വീഡിയോ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു സംസ്കാരം എന്ന് പറഞ്ഞാൽ എന്താ? സംസ്കാരത്തിൽ എന്തൊക്കെ പെടും? മനുഷ്യന്മാർക്കുള്ള വിശ്വാസം, അതേമാതിരി പ്രേരണകൾ, ധാരണകൾ, ഇതൊക്കെ എന്തിൽ പെടും? ഒരു സംസ്കാരത്തിൽ വിടും. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഒരു പഠനമാണ്, ഒരു വ്യത്യസ്ത രീതിയിലുള്ളൊരു പഠനമാണെന്ത് ഈ ഒരു സാംസ്കാരിക ചരിത്രം എന്ന് പറയാം. ഈ ഒരു വിശ്വാസം, പ്രേരണയും ധാരണയും മാത്രമാണോ ഈ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗത്തിൽ വിടുക? അല്ല, വേറെയും കുറേ കാര്യങ്ങളുണ്ട്. അതായത് ആശയങ്ങൾ, കലകൾ, ആചാരങ്ങൾ, ഇതൊക്കെ എന്തിൽ പെടുന്നതാണ്? ഈ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗത്ത് പെടുന്നതാണ്. അപ്പോൾ ഈ ഒരു സംസ്കാരത്തെക്കുറിച്ച് മൊത്തത്തിൽ പഠിച്ചിട്ട് ചരിത്രം രചിക്കുന്നതിനാണ് സാംസ്കാരിക ചരിത്രം എന്ന് പറയാം. അപ്പോൾ വസ്തുനിഷ്ഠ ചരിത്രം പറഞ്ഞു, നമ്മൾ ഭൗതിക ചരിത്രം പറഞ്ഞു, അതേമാതിരി നാഗരികതയുടെ ചരിത്രം പറഞ്ഞു. ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്ത ടോപ്പിക്കാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന ടോപ്പിക്ക് സാംസ്കാരിക ചരിത്രമാണ്. അതായത് സംസ്കാരത്തെക്കുറിച്ച് പഠിച്ചിട്ട് ചരിത്രം രചിക്കുന്നതിനാണ് സാംസ്കാരിക ചരിത്രം എന്ന് പറയാം. അപ്പോൾ ഇതിന് പ്രധാന പങ്ക് വഹിച്ചത് ഈ ഒരു ജേക്കബ് ബർക്ക്ഹാർട്ട് എന്ന് പറയുന്ന ആൾ തന്നെയാണ്. അപ്പോൾ ഈ ഒരു ജേക്കബ് ബർക്ക്ഹാർട്ട് പറഞ്ഞാൽ ഈ ഒരു 19-ാം നൂറ്റാണ്ടിലെ ഒരു ചരിത്രകാരനായിരുന്നു. അദ്ദേഹം ഈ ഒരു സാംസ്കാരിക ചരിത്രത്തെ ഒരു പഠന വിഷയമാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച വ്യക്തിത്വമാണ്. 1818 മുതൽ ജനിച്ചു. അതേമാതിരി 1818 ജനിച്ചിട്ട് 1897 വരെ ജീവിച്ചൊരു വ്യക്തിയാണ് ഈ ഒരു ജേക്കബ് ബർക്ക്ഹാർട്ട് എന്ന് പറയുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ് ഇറ്റാലിയൻ നവോത്ഥാനത്തിൻ്റെ നാഗരികത, അതുപോലെ തന്നെ ജഡ്ജ്മെൻറ്റ് ഓൺ ഹിസ്റ്ററി ആൻഡ് ഹിസ്റ്റോറിയൻസ്. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട 2 ഗ്രന്ഥങ്ങളാണ്. ഈ ഒരു 2 ഗ്രന്ഥങ്ങൾ ഓർത്ത് വെക്കുക. ചിലപ്പോൾ 2 മാർക്കിനൊക്കെ ജേക്കബ് ബർക്ക്ഹാർട്ടിനെ പറ്റി എഴുതാൻ ചോദിച്ചാൽ എഴുതാൻ പറ്റുന്ന പോയിന്റുകളാണ്. ഏതൊക്കെ 2 ഗ്രന്ഥങ്ങൾ? ഇറ്റാലിയൻ നവോത്ഥാനത്തിൻ്റെ നാഗരികത, അതുപോലെ തന്നെ ജഡ്ജ്മെൻറ്റ് ഓൺ ഹിസ്റ്ററി ആൻഡ് ഹിസ്റ്റോറിയൻസ് എന്നുള്ളത്. പിന്നെ ഒരു പോയിന്റ് എന്താ വെച്ചാൽ 1980 വരെ അറിയപ്പെട്ടിരുന്നത് സാംസ്കാരിക ചരിത്രം എന്നുള്ളത് തന്നെയായിരുന്നു. പക്ഷേ ഒരു 1980-ൻ്റെ ശേഷം ഈ ഒരു സാംസ്കാരിക ചരിത്രം നവസാംസ്കാരിക ചരിത്രം എന്നറിയപ്പെടാൻ തുടങ്ങി. അതായത് സാംസ്കാരിക ചരിത്രത്തിൽ നിന്നും ഒന്ന് മാറിക്കാണ്ട് നവസാംസ്കാരിക ചരിത്രം അല്ലെങ്കിൽ ആധുനിക സാംസ്കാരിക ചരിത്രം എന്നുള്ള രീതിയിൽ അറിയപ്പെടാൻ തുടങ്ങി എന്നുള്ളതാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു സമൂഹത്തിൻ്റെ സംസ്കാരത്തെ പറ്റി പഠിച്ചുകൊണ്ട് ചരിത്രം രചിച്ചതാണെന്ത് ഈ ഒരു സാംസ്കാരിക ചരിത്രം എന്ന് പറയാം. അപ്പോൾ ഇതിന് മെയിൻ കോൺട്രിബ്യൂഷൻ, അതായത് സംഭാവനകൾ നൽകിയത് ആരാണ്? ഈ ഒരു ജേക്കബ് ബർക്ക്ഹാർട്ട് ആണെന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇതിലെന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ ചോദിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഒരു വീഡിയോ ഉപകാരപ്പെട്ടാൽ മാത്രം നിങ്ങൾ എന്താവുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ഈ ഒരു BA ഹിസ്റ്ററിയുടെ എല്ലാ സബ്ജക്റ്റിൻ്റെയും വീഡിയോസ് നിങ്ങൾക്ക് എന്താവും, നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ താങ്ക്